നമസ്കാരം. നേരം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വാസ്തു സംബന്ധമായ സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. കാര്യം ഒരുപാട് സംശയങ്ങൾ വീണ്ടും വീണ്ടും, കാര്യം ഇതിൻ്റെ നോളജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അറിവെന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സംശയങ്ങൾ തീരാതെ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് വാസ്തുവുമായി ചിന്തിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അത്തരത്തിൽ ചില സംശയങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. വാസ്തുപ്രകാരം ഒരു വീട് ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ വാടകയ്ക്ക് താമസിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അതായത് ഒരു വീട് നമ്മൾ എടുക്കുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ വാസ്തു നോക്കണമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. അപ്പം നമുക്കിതിനകത്ത് പറയാനുള്ളത്, വാസ്തുപ്രകാരം ഒരു വീട് ചെയ്യാതിരിക്കുകയും അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും ഉടമസ്ഥനെ ബാധിക്കുമോ, വീട്ടിൽ താമസിക്കുന്ന ആരെ ബാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുന്നു. കാർ എല്ലാ കംഫർട്ടും കിട്ടുന്ന ഒരു കാറാണ് നമ്മൾ വാങ്ങുന്നത് വിചാരിച്ചോളൂ. ആ കാറ് നമ്മൾ ഓടിക്കാതിരുന്നാൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. അതുപോലെ തന്നെയാണ് ഒരു വീടിൻ്റെ വാസ്തു ഗുണങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ദോഷങ്ങൾ അനുഭവിക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അത് വാടകയ്ക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് താമസിക്കാൻ കൊടുക്കുന്നോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ പ്രധാനമായും ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടിൻ്റെതായിട്ടുള്ള എല്ലാ വാസ്തു ഗുണങ്ങളും ദോഷങ്ങളും ആ താമസക്കാരൻ അനുഭവിക്കും. അപ്പം ഈ വാടക കൊടുക്കുന്ന സാധാരണ ചില ഒരു പ്രവണതയുണ്ട്, എനിക്ക് ആ വീട് വാസ്തുപരമായിട്ട് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ അത് തൽക്കാലം അവിടെ താമസിക്കാതിരിക്കുകയും അത് മറ്റൊരു വ്യക്തിക്ക് വാടക കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ച് വാടക കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ഇദ്ദേഹത്തിൻ്റെ നിന്ന് വാടക വാങ്ങിക്കുമ്പോൾ കർമ്മഫലം നമ്മൾ വാങ്ങുന്നത് പോലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇദ്ദേഹം അനുഭവിക്കുന്ന ദോഷങ്ങളുടെ ഒരു പാർട്ട് ഈ കൊടുക്കുന്ന ആളിനും വന്നു ചേരും. അപ്പം അതുകൊണ്ട് വാസ്തു ദോഷങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ രീതി, വെറുതെ നമ്മൾ വാടകയ്ക്കല്ല ഒരാളെ വെറുതെ താമസിക്കാൻ പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി അത് വാസ്തുദോഷങ്ങളെ മാറ്റി അതിൻ്റെ കൃത്യതയോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം വാസ്തുദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ദോഷം മാത്രമല്ല, ഗുണങ്ങൾക്ക് ഇതേ കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വാസ്തുപരം നല്ലൊരു വീട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ പുറത്തോ വിദേശത്തോ വല്ലതൊക്കെ ആയിരിക്കും ആ വീട് താമസിക്കുന്നത്. വേറെ ആളുകളാണെങ്കിൽ ആ വീടിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാവാൻ പോകുന്നത് ആ ആളിന് തന്നെയായിരിക്കും. പിന്നെ മറ്റൊരാളിന് ഗുണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്കും വരും. അത് വേറൊരു കാര്യം. നമ്മളെപ്പോഴും ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ അതെപ്പോഴും പോസിറ്റീവ് സൈഡാണ്. പക്ഷെ ദോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വാടകയ്ക്ക് കൊടുത്തിട്ട് മാറുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കൃത്യതയോടുകൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിന് കൃത്യമായൊരു വാസ്തു വിദഗ്ധൻ്റെ സഹായം നിങ്ങൾ തേടേണ്ടതാണ്. അതിനുശേഷം മാത്രം അതിന് വാടകയ്ക്ക് കൊടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കോംപ്ലക്സിനകത്ത് നമുക്കിപ്പോൾ ഒരു 65, 70, 80, 100 അതിന് കൂടുതലൊക്കെ അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ബ്ലോക്കുകൾ തിരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ, ടൗൺഷിപ്പ് പ്രോജക്റ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ വാസ്തു നോക്കുന്ന സമയത്ത് നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ വാസ്തു മാത്രമേ നമ്മൾ വറി ചെയ്താൽ മതി. കാര്യം നമ്മൾ ഈ പ്രോജക്റ്റിന്റെ മൊത്തം വാസ്തു നോക്കുകയും, കാര്യം അത് പ്രാക്ടിക്കൽ അല്ല. ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിനാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്, നമുക്ക് ഏറ്റവും സിറ്റിയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ളൊരു ലാൻഡിലാണ് നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അധികം ചിലപ്പോൾ വെളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വർഷാവർഷമുള്ള വെക്കേഷന് വേണ്ടി മാത്രം താമസിക്കാൻ വരുന്നവരുണ്ട് അപ്പാർട്ട്മെന്റ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഒരാൾ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നത്. പിന്നെ സ്ഥിരമായി വാങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ വാസ്തു തത്വങ്ങൾ കൃത്യമായിട്ട് എത്രമാത്രം മാച്ച്. അതിന് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന് വാസ്തു എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ടൊരു സ്പേസിനെ കുറിച്ചാണ്. അത് ആ ഒരു സ്പേസ് എങ്ങനെയാണ് നമ്മളെ ഇമോഷണലിയും ഫിസിക്കലിയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ആ ഒരു സ്പേസ് എടുക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്പേസ് കൃത്യതയോടുകൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സ്പേസാണ് നമ്മുടെ വാസ്തു. നമുക്ക് ഈ മൊത്തം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലോട്ടിലെ വാസ്തു നോക്കി, ആ ദേശത്തിൻ്റെ വാസ്തു നോക്കി, ആ രാജ്യത്തിൻ്റെ വാസ്തു നോക്കി, അങ്ങനെ നമുക്കൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. വാസ്തു എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ആ പൊസിഷനിൽ എത്രമാത്രം വാസ്തുവിന്റെ പ്രിൻസിപ്പിൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. ആ റെമഡിയൽ വാസ്തു നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ കറക്ഷൻ കൊടുക്കുകയും ഇതിൽ എനർജൈസ് ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് താമസിക്കാം. അതിന് ഇപ്പോൾ ഫ്ലാറ്റിന് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ നോർത്ത് ദക്ഷിണമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ
ഞാൻ താമസിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റുകാരൻ സൗത്ത് ദർശനമാണല്ലോ, അപ്പോൾ ഇത് രണ്ടും ഒരേ പ്രോജക്റ്റിലുള്ളതാണല്ലോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വാസ്തു ശരിയാവുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, അയാൾ ഇരിക്കുന്ന സ്പേസ് സ്വാഭാവികമായിട്ടും കൃത്യതയോടുകൂടി എന്ന 90 ഡിഗ്രിയിലുള്ള ദർശനം ഒന്നും ഇപ്പോൾ ഫ്ലാറ്റിൽ കിട്ടാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡീവിയേഷൻ പെർമിസിബിൾ ആണെന്ന് നോക്കിയിട്ട് അതിന് കൃത്യമായ ഒരു അനാലിസിസ് തന്നെ നടത്തുക, സ്പേസ് അനാലിസിസ് നടത്തിയിട്ട് അതിൽ വാസ്തു കറക്ഷൻസ് കൊണ്ടുവരികയും അത് നമുക്ക് ഒബ്ജക്റ്റ് കറക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് വാസ്തു തന്നെ ഇപ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്ത് നല്ല നല്ല ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ ഒരു വാസ്തു തത്വങ്ങളാണെങ്കിൽ പോലും മോഡേൺ ലൈഫിൽ അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നല്ല രീതിയിൽ റിസർച്ച് നടന്നിട്ടുണ്ട്. കാര്യം ഒരു ഗ്രൂപ്പ് ഓഫ് കൺസൾട്ടൻസിൻ്റെ എഫേർട്ട് കാരണം ഇന്ത്യയിലുടനീളം നല്ല രീതിയിൽ വാസ്തുവിൻ്റെ ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം ഇതെങ്ങനെ നമുക്ക് ഈ പുതിയ ഈ AI കാലഘട്ടത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി വാസ്തു തത്വങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഗ്രഹത്തിന്റെ വാസ്തുമണ്ഡലം എങ്ങനെയായിരിക്കണം? വാസ്തുമണ്ഡലം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുള്ളൂ. വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് അവൈലബിൾ സ്ക്വയർ എന്ന് പറയും. അതായത് ഒരു പ്ലോട്ടിന്റെ ഷേപ്പ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ആ പ്ലോട്ടിൽ വീട് വയ്ക്കുന്ന സമയത്ത്, ഷേപ്പ് കറക്റ്റ് അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പലതരത്തിൽ എക്സ്റ്റൻഷൻ കാണും, ഇറഗുലാരിറ്റീസ് കാണും. നമുക്ക് സ്ഥലത്തിന് വളരെ പരിമിതിയുള്ളൊരു കാലഘട്ടമാണ് ഇത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു നല്ല സ്പേസ് കിട്ടുക, അല്ലെങ്കിൽ നല്ല സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയിൽ എങ്ങനെ നമുക്ക് അതിനെ അനുയോജ്യമായി എടുക്കാമെന്നുണ്ട് ആ കോൺസെപ്റ്റിൽ ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വാസ്തുമണ്ഡലം. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ശരിക്കും ഈ ചെറിയ പ്ലോട്ടുകൾക്കും ഇങ്ങനെയുള്ള ഇറഗുലർ പ്ലോട്ടിന് മാത്രമാണോ വാസ്തുമണ്ഡലം? അങ്ങനെയല്ല. പണ്ടൊക്കെ കാലത്ത് എത്ര ഏക്കർ സ്ഥലങ്ങളിൽ പോലും ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നു. അപ്പം ആ വീട്ടിനെ ഒരു മണ്ഡലത്തിൽ കൃത്യമായി ഓറിയന്റേഷൻ ആയിട്ടുള്ള ഒരു മണ്ഡലം ഉണ്ടാക്കിയിട്ട് ആ മണ്ഡലത്തിനുള്ളിൽ നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയർ എന്ന് പറയുന്നത് ബെസ്റ്റ് അവൈലബിൾ സ്ക്വയർ എന്ന് നമ്മൾ പറയും. ഏറ്റവും നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വയറിനെയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിനുള്ളിൽ നമ്മൾ കൃത്യമായി വാസ്തു. ഇപ്പൊ കിണറിന്റെ കാര്യം, ഒരു വലിയ 5 ഏക്കർ പുരയിടമാണ്. ആ പുരയിടത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണർ അങ്ങ് ദൂരെ ഉണ്ടായിട്ട് കാര്യമില്ല. വീട് എവിടെ വയ്ക്കുന്നു? ആ മണ്ഡലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നമുക്ക് കിണർ വരേണ്ടത്. അപ്പൊ ആ മണ്ഡലത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു തുള്ളിയാണ് നമ്മളൊരു വാസ്തുമണ്ഡലമായി കാണുന്നത്. അപ്പൊ ആ കോസ്മിക് ഓർഡറിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ബെസ്റ്റ് സ്ക്വയറിനെയാണ് നമ്മൾ മണ്ഡലം എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിനകത്ത് നിർത്തുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്ത് വരുന്നെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ ഒരു കിണർ അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഇങ്ങനെ മണ്ഡലത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് നമുക്ക് ബാധിക്കില്ല. മണ്ഡലത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു ഗുണം. പക്ഷെ മണ്ഡലം തിരിക്കുമ്പോൾ നമ്മൾ കൃത്യതയോടുകൂടി തിരിക്കണം. അത് മാത്രമല്ല, ഒരു സാധാരണഗതിയിൽ ഒരു മതിൽ പൊക്കം ഒക്കെ കെട്ടിയാണ് മണ്ഡലം തിരിക്കേണ്ടതെങ്കിലും മിനിമം നമുക്ക് ഒരു കോൽ പൊക്കത്തിലെങ്കിലും ഒരു ചുറ്റ് കെട്ടിയെടുത്താൽ മാത്രമേ മണ്ഡലം എഫക്റ്റീവായിട്ട് വരുള്ളൂ. അത് താഴോട്ടും മുകളിലോട്ടും വരുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. വസ്തുവിന്റെ ചരിവുകൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ഭൂമി ഒന്നുകിൽ കിഴക്കോട്ട് ചെരിഞ്ഞതായിരിക്കണം, ഇല്ലെങ്കിൽ വടക്കോട്ട് ചെരിഞ്ഞതായിരിക്കണം. ഇതാണ് വാസ്തുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. അതായത് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും പൊങ്ങി വരിക എന്നുള്ളതാണ് വാസ്തു തത്വം എന്ന് പറയുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറേ ഭാഗം ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പൊ നമ്മൾ ഭൂമിയെ കാറ്റഗറൈസ് ചെയ്യുന്നത് പോലും ഈ സ്ലോപ്പിനനുസരിച്ചിട്ടാണ്. ഇതിന്റെ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഴക്കോട്ട് ചെരിഞ്ഞ ഭൂമിയിൽ സൂര്യപ്രകാശം കൃത്യമായി രാവിലെ അടിക്കും. ഈ രാവിലത്തെ സൂര്യൻ നമ്മളിലേക്ക് എത്രമാത്രം സൂര്യപ്രകാശം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സയന്റിഫിക് ബേസിസ്. അപ്പൊ അതാണ് ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ ഗോവീതി, ധനവീതി, ദാനവീതി എന്നൊക്കെ നമ്മൾ പല പേരുകളിൽ പറയുന്നത്. ഇത്തരം ചരിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എപ്പോഴും ചരിവുകൾ കിഴക്കോട്ടോ വടക്കോട്ടോ വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാൻ. ഇനി അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ കൃത്യമായി തെക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയിരിക്കുന്ന രീതിയിൽ മണ്ണിട്ട് ഗ്രേഡ് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ചരിവെങ്കിലും മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുക. അതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു വീട് ചെയ്യുമ്പോൾ കിണർ ആദ്യം ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ ചിലർ ആദ്യം പറയും, എന്റെ വീട് വയ്ക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അപ്പൊ ആദ്യം ഞാൻ കോമ്പൗണ്ട് വളം കെട്ടിയിട്ട് ഒരു കിണർ കുഴിച്ചിടാം, അവിടെ വേണമെങ്കിൽ കൃഷി ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള, ഒരു വീട് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോമ്പൗണ്ട് വാൾ കെട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം അതിന് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിണർ കുഴിക്കുന്നത് വീടിന് ഡിസൈൻ ആയതിനു ശേഷം, വീടിന്റെ കൃത്യമായ ഒരു സെറ്റ് ഔട്ടിന് ശേഷം നമ്മുടെ ഈ വേദം വരാത്ത രീതിയിൽ എന്ന് പറയും, വടക്ക് കിഴക്കേ മൂല, വീടിന്റെ വടക്ക് കിഴക്കേ മൂലയും ഈ വസ്തുവിന്റെ വടക്ക് കിഴക്കേ മൂലയും ബന്ധിപ്പിക്കുന്ന ഈശാന രേഖ മുറിയാത്ത രീതിയിൽ കൃത്യമായി നമ്മൾ കിണറിന് സ്ഥാനം കാണണം. അപ്പം ആദ്യമേ സ്ഥാനം കണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണർ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട് പ്ലാൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരും, ഇതുപോലുള്ള വേദങ്ങൾ വരും. അപ്പോൾ അത് മാത്രമല്ല, ഒരു വീടിന്റെ പണി കൃത്യമായി തുടങ്ങി ഉടനെ തന്നെ സ്പീഡിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വീടിന് ശിലാസ്ഥാപനം കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കിണർ കുഴിക്കുക, ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഇനി ഒരു കിണർ കുഴിച്ച് പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് 90 ദിവസത്തിനുള്ളിലെങ്കിലും വീട് നമ്മൾ കല്ലിട്ട് തുടങ്ങുക, അതാണ് വേറൊരു കാര്യം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, ഇപ്പോൾ കോമ്പൗണ്ട് വാളും ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട. കോമ്പൗണ്ട് വാൾ കെട്ടുമ്പം ഈ ഫ്രണ്ടിലത്തെ കോമ്പൗണ്ട് വാളിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിരുന്നാൽ, കാര്യം ആ ഒരു ഫുൾ ബന്തോസാക്കി എടുക്കുന്നതിന് പകരം സാധാരണ ഗേറ്റ് കൊടുത്താലും മതി. ഗേറ്റ് ഓപ്പണിങ്സ് വേണം, കെട്ടി അങ്ങ് അടയ്ക്കാൻ പാടില്ല. അത്യാവശ്യം ഓപ്പണിംഗ് ഫ്രണ്ടിലിടുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഈ കിണറിന്റെ കേസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കിണർ എപ്പോഴും വീടിന്റെ ശിലാസ്ഥാപനത്തിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീടിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീടിന്റെ മുഖ്യവാതിൽ അഥവാ മഹാദ്വാരം എന്ന് പറയുന്നത്. മഹാദ്വാരത്തിന്റെ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വീടിനെ നോക്കി നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ വീടിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഇടത് ഭാഗത്തു നിന്ന്, ഈ വീടിന്റെ വീതിയെ നമ്മൾ 9 ഭാഗിച്ചിട്ട് ഇടത് ഭാഗത്തു നിന്ന് 3, 4, 5 ഭാഗങ്ങളിൽ നമുക്കത് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്ഥാനം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, ഇപ്പം തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നമ്മൾ വാതിൽ ഏതാണ്ട് നടുക്കിലേക്ക് വയ്ക്കുന്നതാണ് നല്ലത്. കാര്യം ഒരു വശത്തേക്ക് വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗവും ഒരു വശത്തേക്ക് വയ്ക്കുമ്പോൾ തെക്ക് കിഴക്കേ ഭാഗവും, രണ്ടും എൻട്രി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് സെൻട്രൽ ഭാഗത്തിനനുസരിച്ച് കുറച്ച് കറക്റ്റ് സെൻട്രലിൽ വരാം. കാര്യം ക്ഷേത്രവാസ്തുവാണ് ഈ കറക്റ്റ് മധ്യത്തിൽ മഹാദ്വാരം വരുന്നത്. വീടുകൾക്ക് അങ്ങനെയല്ല വിധി. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി, മധ്യത്തിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. പക്ഷെ വയ്ക്കുമ്പോൾ ഈ ഒരു കണ്ണത്തിൽ നിൽക്കാൻ ചിലപ്പോൾ തെക്ക് ദർശനത്തിന് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ പടിഞ്ഞാറ് ദർശനത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്ന രീതിയിൽ വേണം ശ്രദ്ധിക്കാൻ. അതുപോലെ കിഴക്ക് ദർശനമാണെങ്കിൽ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എപ്പോഴും ദർശനങ്ങൾ, വീടിന്റെ വാതിലുകൾ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് വരിക എന്നുള്ളതും വടക്ക് പടിഞ്ഞാറോട്ട് ഭാഗത്ത് വരുന്നതായിട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു കാരണവശാലും തെക്ക് കിഴക്കോട്ടോ തെക്ക് പടിഞ്ഞാറോട്ടോ നീങ്ങി വരുന്ന രീതിയിൽ വരാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇപ്പോഴത്തെ ഒരു മോഡേൺ ആർക്കിടെക്ചറിൽ ചിലപ്പോൾ നമുക്ക് പല ഷേപ്പുകളും വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ആരൂഢം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരിക. ആ വീട്ടിന്റെ പ്ലാനിനകത്തുള്ള ഏറ്റവും നല്ലൊരു സ്ക്വയറിനെ നമ്മൾ കണ്ടുപിടിച്ച് അതിന് ആരൂഢം എന്ന് പറയും. ഈ ആരൂഢത്തിന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ച് വാതിലുകൾ നിശ്ചയിക്കുക. കൃത്യമായ വാസ്തു വിശകലനം ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാതിലിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മധ്യമവേദം വരരുതെന്ന് പറയും. മധ്യമവേദം ഈ ഒരു വാതിലിന് നേരെ, എപ്പോഴും പൊതുവേ പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്, ഒരു വാതിലിന് നേരെ വേറൊരു വാതിൽ വരാൻ പാടില്ല എങ്ങനെ പറയാം. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ യഥാർത്ഥ ഒരു തത്വം എന്ന് പറയുന്നത് ഈ ഒരു വാതിലിന്റെ സെൻറ്ററും നേരെ വരുന്ന വാതിലിന്റെ സെൻറ്ററും ഒന്നാവരുത്, മധ്യമവേദം വരരുത് എന്നുള്ളതാണ് ശാസ്ത്രം. അല്ല വാതിലുകൾ ഒരേപോലെ ഒരുമിച്ച് വരാൻ പാടില്ല എന്നുള്ളതല്ല. ഈ മധ്യമവേദം വരാത്ത രീതിയിൽ വാതിലുകളെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വാതിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കട്ടള വയ്ക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചശിരസ് വയ്ക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഈ പഞ്ചശിരസ് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മർമ്മവേദം എന്ന് പറയും. വാസ്തുപുരുഷന്റെ മർമ്മങ്ങളിൽ ചുമരുകളോ പില്ലറുകളോ ഒക്കെ വരുമ്പോൾ ആ മർമ്മപീഠ അനുഭവിക്കാതിരിക്കും. വാസ്തുപുരുഷനൊരു മർമ്മപീഠ അനുഭവിക്കുകയാണെങ്കിൽ അതേ മർമ്മപീഠം നമുക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മർമ്മപീഠ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചശിരസ്ഥാപനം എന്ന് പറയുന്നത്. പഞ്ചശിരസ് വയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചിലർ ചുമ്മാ ചെവരിൻ്റെ പുറത്ത് വയ്ക്കുന്നവരുണ്ട്, ടൈൽസ് ഇളക്കിയിട്ട് നടുക്കുകൊണ്ട് വയ്ക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ മഹാദ്വാരത്തിൻ്റെ വലതുവശത്ത് കയറുന്ന സമയത്തുള്ള വലതുവശം, നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശനം നടത്തുമ്പോൾ വലതുവശത്ത് കട്ടിളപ്പടിയുടെ അടിയിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. അത് വലത്തോട്ട് നീക്കി വേണം വയ്ക്കാൻ. അതിന് കൃത്യമായ ഡയറക്ഷൻ വിധിയുണ്ട്. അത് ആ വിധിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ വയ്ക്കാൻ. ഓരോ ഡയറക്ഷനിലും ഓരോ മൃഗങ്ങളുടെ ശിരസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കി വേണം അത് ചെയ്യാനായിട്ട്. വെറുതെ ഒരു സാധനം കിട്ടി അതിനെ കൊണ്ട് വെച്ചിട്ട് പഞ്ചശിരസ് വച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സ്ഥാനങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് റിസൾട്ട്സ് വരും. വീട് പണി കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം ഈ മർമ്മപീഠം ഉണ്ടെന്നൊരു വാസ്തു വിദഗ്ധൻ വന്ന് പറയുകയും അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പഞ്ചശിരസ് വയ്ക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും വയ്ക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ നടവാതിലിൻ്റെ
അടിഭാഗത്ത് അടിപ്പടിയുടെ അടിയിൽ വയ്ക്കാൻ പറ്റില്ല, അത് ആൾറെഡി ഫിക്സ് ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതേ വലതുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നമ്മുടെ റൈറ്റ് സൈഡിൽ, വാതിലിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടൈൽ ഇളക്കിയിട്ട് ആ ടൈലിൻ്റെ അടിയിൽ ഭാഗത്തായിട്ട് വയ്ക്കുക. അത് പക്ഷേ എത്രത്തോളം അടിപ്പടിയുമായി ചേർത്ത് വയ്ക്കുന്നോ അതാണ് അതിൻ്റെ തത്വം. ഈ ചെവരിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്, ചെവരിൽ അതേ സ്ഥലത്ത് തന്നെ ആ കുറച്ച് ചെവരിലേക്ക്, അങ്ങനെ ഞാൻ പല സ്ഥലത്തും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിധിയൊന്നുമില്ല. കൃത്യമായ ഇത് ശരിക്കും പഞ്ചശിരസ് എന്ന് പറയുന്നത് ഈ 5 ശിരസുകളും 5 ഡയറക്ഷനിൽ വയ്ക്കേണ്ടതാണ് ശരിക്കും. അതൊരിക്കലും പ്രാക്ടിക്കലി പറ്റാത്തതുകൊണ്ടാണ് അതെല്ലാം കൂടെ നമ്മൾ മഹാദ്വാരത്തിലേക്ക് വന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു പൊസിഷൻ ശ്രദ്ധിക്കുക. വലത് വശം അത് ചിലർ ഒരുപാട് തെറ്റി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വെറുതെ ഒരു കൺസൾട്ടന്റ് വന്നിട്ട് ഒരു ദോഷമില്ലെങ്കിലും ചുമ്മാ ഒരു പഞ്ചശിരസ് വാങ്ങിച്ച് വയ്ക്കാൻ പറയും. അതങ്ങനെ ഒരു രീതിയല്ല. ഇത് മർമ്മപീഠം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കാര്യം എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അങ്ങനെ മർമ്മപീഠം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മർമ്മപീഠ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വാസ്തുപുരുഷൻ്റെ മഹാമർമ്മങ്ങളിലേക്കാണ് പീഡ വരുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് എഫക്റ്റ് വരും. വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഒരു എനർജി കോൺസെപ്റ്റാണ്. അപ്പോൾ എനർജി കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരുന്ന നമ്മുടെ തന്നെ ആത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വാസ്തുപുരുഷനെ നമ്മൾ കാണേണ്ടത്. വാസ്തുപുരുഷൻ്റെ മർമ്മപീഠ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാനുള്ള മർമ്മപീഠയായിട്ടാണ് അത് മാറുന്നത്. അതാണ് ഒഴിവാക്കാനാണ് ഈ പഞ്ചശിര സ്ഥാപനം. അത് വളരെ എഫക്റ്റീവാണ്. എപ്പോൾ വെച്ചാലും വളരെ എഫക്റ്റീവാണ്. വീട് ഒരുപാട് വർഷങ്ങളായിപ്പോയി, അതൊന്നും അറിയണ്ട. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പഞ്ചശിരസ് വയ്ക്കാം. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ചിലർ അതിനെ ഒരുപാട് കോസ്റ്റ്ലി പ്രോസസ്സാക്കി മാറ്റാറുണ്ട്. ഒരുപാട് അതിൻ്റെ പേരിൽ പൂജ അങ്ങനെയൊന്നുമില്ല. അതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് പ്രാർത്ഥിച്ച് കൃത്യമായിട്ട് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും വീട്ടിൽ താമസിച്ചതിന് ശേഷം മാത്രമാണ് ഈ മർമ്മപീഠയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വീട് ഒഴിഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു വാസ്തുപുരുഷൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ എഫക്റ്റ് വരുന്നത് അതിൽ താമസക്കാർ വരുമ്പോഴാണ്. അപ്പോൾ താമസക്കാർ വരുന്ന സമയത്താണ് അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ഈ മർമ്മപീഠ വരും. മർമ്മപീഠ തത്വത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാസ്തുപുരുഷൻ്റെ മർമ്മം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാസ്തുമണ്ഡലത്തിൽ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു വാസ്തു വിദഗ്ധനെ സംബന്ധിച്ചോളം ഒരു വീട് കാണുമ്പോൾ തന്നെ അതിൽ മർമ്മപീഠം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതാണ് അതിനകത്തുള്ള ഫാക്ട്. പിന്നെ ഇതിനകത്ത് മർമ്മപീഠ ആ ആളിനെ ബാധിക്കുന്ന അവസരത്തിൽ ആണ് നമ്മൾ ഇതിനൊരു റെക്ടിഫിക്കേഷൻ റെമഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ വാതിലിൻ്റെ നേരെ വരുന്നൊരു വലിയ ടൈൽ പീസോ അല്ലെങ്കിൽ ഒരു മാർബിൾ പീസൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ഇളക്കിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രശ്നം വരാം. അത്തരം ഘട്ടങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കർട്ടിങ് പാർട്ട്, അതായത് ചുവരിനോട് ചേരുന്ന ഭാഗത്തുള്ള സ്കർട്ടിങ്ങിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചെങ്കിലും നമ്മൾ അതിനകത്ത് വെട്ടി മാറ്റേണ്ടി വരും. ഇതിൻ്റെ ആ എസ്തറ്റിക്കൽ ബ്യൂട്ടി പോവാത്ത രീതിയിൽ നമ്മളത് ചെയ്തെടുക്കുക. ഇത് ചെറിയൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് അത്ര ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. അപ്പോൾ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക, ഇതകത്തേക്ക് വയ്ക്കുക, കൃത്യമായിട്ട് അടച്ചെടുത്ത് അതിനെ ഒന്ന് റീമോൾഡ് ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഫ്രണ്ടിലത്തെ വലിയ ഗ്രാനൈറ്റ് പീസൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഈ സ്കർട്ടിങ് എന്നുള്ള ഓപ്ഷൻ, സ്കർട്ടിങ്ങും ശ്രദ്ധിക്കാനുള്ള റൈറ്റ് സൈഡിലുള്ള വാതിലിനോട് നമ്മൾ അടിപ്പടി ചേർന്നിരിക്കുന്ന ആ ഭാഗത്ത് കൃത്യമായി വരുന്ന രീതിയിൽ അതിനെ കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി ചിലർ ബ്രഹ്മസ്ഥാനത്തിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇതിന് പഞ്ചശിരസിന്. അത് പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം. കൃത്യമായി ബ്രഹ്മസ്ഥാനം ലൊക്കേറ്റ് ചെയ്യണം. കാര്യം പല ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബിൽഡിങ്ങിലൊക്കെ ബ്രഹ്മസ്ഥാനത്തിൽ വേരിയേഷൻസ് വരും. കറക്റ്റ് നീളത്തിൻ്റെ വീതിയുടെ ഇൻ്റർസെക്ഷൻ പോയിന്റ് അല്ല, ഡയഗണൽസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ശരിക്കും ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മസ്ഥാനം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വയ്ക്കണം. അപ്പം അത് പ്രാക്ടിക്കലി എത്രമാത്രം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ബ്രഹ്മസ്ഥാനത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ നല്ലതായിട്ടുള്ള ഒരു കാര്യം. ഈ മഹാദ്വാരത്തിനോട് ചേർത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ഈ കാർ പോർച്ച് എന്ന് പറയുന്നത്, കാർ പോർച്ച് ഇപ്പം 2 രീതിയിലാണ്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വീടിനോട് ചേർന്ന് കാർ പോർച്ച് ചെയ്യാതെ വീടിൻ്റെ കുറച്ച് മാറി ഫ്രണ്ടിലോട്ട് ക്ലിയറൻസ് ഏരിയയിലൊക്കെ കാർ പോർച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ കാര്യം ഏരിയ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ. പക്ഷേ എന്നാലും ചിലർക്ക് വീടിനോട് ചേർന്ന് തന്നെ കാർ പോർച്ച് വേണമെന്ന് അവർ വാശി പിടിക്കാറുണ്ട്. അത്തരം സിറ്റുവേഷനിൽ കാർ പോർച്ചിന് ഏതാണ് നല്ല സ്ഥാനം? കാർ പോർച്ചിൻ്റെ ഏറ്റവും നല്ല സ്ഥാനം എപ്പോഴും വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം വരണമെന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് ദർശനം വരുന്ന രീതിയിൽ നമുക്കത് നോർത്ത് ദർശനമോ വെസ്റ്റ് ദർശനമോ ഒക്കെ വരുമ്പോഴേ നമുക്കത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ബാക്ക് സൈഡിലായി പോകും. അപ്പോൾ അങ്ങനെ വടക്ക് പടിഞ്ഞാറ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോവാം. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കാർ ഷെഡ് നമ്മൾ വയ്ക്കാൻ പാടില്ല. കാർ ഷെഡ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുമ്പോൾ പ്രശ്നമെന്ന് പറയുന്നത്, ഒന്നാമത് തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നു പോകും. വീടിനോട് ചേർന്നിരിക്കുമ്പോൾ കാർ ഷെഡാണ് ഞാൻ പറയുന്നത്.
തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നു പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദോഷങ്ങളിലൊന്ന്. പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം തുറന്നിരിക്കുക എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥിതി തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു കാരണവശാലും കാർ പോർച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് നമുക്ക് ആകാം, വടക്ക് കിഴക്കും ആവാം, തെക്ക് കിഴക്കും ആവാം. പ്രിഫറബിളി എപ്പോഴും ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ആകുന്നതായിരിക്കും കുറച്ച് നല്ലത്. തെക്ക് കിഴക്കും ആക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഈ കാർ പോർച്ചിന് പ്രത്യേക സ്ഥാനം വാസ്തുവിൽ നിർവചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ രസകരമായ കാര്യമാണ്. കാര്യം വാസ്തുവിൽ അന്ന് കാർ ഇല്ലാതിരുന്നത് കൊണ്ട് കാർ പോർച്ചിനെ പറ്റിയൊന്നും കൃത്യമായ നിയമമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വാഹനം എന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനം അറിയാമല്ലോ, മൃഗങ്ങളെയൊക്കെയാണ് വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ കെട്ടുന്ന സ്ഥലം ഇതായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. ഒരു എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് കാർ പോർച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വാഹനം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം ഈ വാഹനം എപ്പോഴും മൂവ്മെൻറ്റ് ആർട്ടിക്കിളാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വായുകോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡൈനാമിക് ആയിരിക്കും, പുറത്തോട്ട് പോകും. ഈ വണ്ടി എപ്പോഴും എടുത്ത് മറ്റത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ തെക്ക് കിഴക്കൊക്കെ ഇത് കിടന്നാൽ അവിടെ കിടന്നു പോകും. വടക്ക് കിഴക്കാണെങ്കിലും ഈ സംഭവം കിടക്കുന്ന അത്ര നല്ലതല്ല, കാര്യം വെയിറ്റ് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വടക്ക് പടിഞ്ഞാറിനെ ഏറ്റവും നല്ല സ്ഥാനമായി കാണുന്നത്. കാര്യം മൂവ്മെൻറ്റ്, വടക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത് വീടിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൈനാമിക് സോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാർ പോർച്ച് അവിടെ വയ്ക്കാവുന്നത്. കഴിയുന്നതും കാർ പോർച്ചിനെ വീട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഏതെങ്കിലും പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക സ്ഥാനമൊന്നും നോക്കണ്ട, സൗകര്യം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാർ പോർച്ചിന് അടിയിൽ സെപ്റ്റിക് ടാങ്ക് വരുന്നൊരവസ്ഥ. അത് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം നോർത്ത് വെസ്റ്റ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നോർത്ത് വെസ്റ്റ് ചെറിയ പ്ലോട്ടാണെങ്കിൽ കാർ പോർച്ച് വെച്ചു, കാർ പോർച്ചിൻ്റെ അടിയിൽ സെപ്റ്റിക് ടാങ്ക് വന്നു. എൻ്റെ പ്രായോഗികമായൊരു അഭിപ്രായം അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ റിസൾട്ടൊന്നും ഇതൊരു പ്രശ്നമൊന്നും ഉള്ളു. കാര്യം നമുക്ക് പ്രാക്ടിക്കലി 2 സെൻറ്റും 3 സെൻറ്റും ചെയ്യുമ്പോഴത്തേക്കും അവിടെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്ന സ്ഥലം വേണ്ടേ. അപ്പോൾ അതിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ഓപ്പൺ. പിന്നെ ചിലർ അഭിപ്രായപ്പെടാറുണ്ട് അത് നല്ലതല്ല, വീട്ടിനോട് ചേർന്ന മണ്ഡലത്തിനകത്തായി പോയി അന്നൊക്കെ. പക്ഷെ അതിൽ കുഴപ്പമില്ല. നമ്മുടെ ഡ്രെയിനേജ് വേസ്റ്റാണ്. നമ്മൾ അകത്ത് ടോയ്ലറ്റ് വയ്ക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്ത് ടോയ്ലറ്റും വയ്ക്കാൻ പാടില്ല. എൻ്റെ ഒരു സ്റ്റാൻഡ് അതാണ്. നമ്മൾ വാസ്തുപ്രകാരം ടോയ്ലറ്റിന് വീട്ടിനകത്ത് സ്ഥാനമില്ല. ടോയ്ലറ്റ് എന്ന് പറയുന്നത് വെളിയിലായിരുന്നു പണ്ട്. ടോയ്ലറ്റ് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ടോയ്ലറ്റ് ആവാമെങ്കിൽ ഈ പറഞ്ഞ സെപ്റ്റിക് ടാങ്ക് ഈ കാർ പോർച്ചിൻ്റെ അടിയിലാവുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ സോൺ നോർത്ത് വെസ്റ്റിലാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കാരണവശാലും കാർ ഷെഡിൽ തെക്ക് കിഴക്കുള്ള സെപ്റ്റിക് കാർ ഷെഡ് വരുന്ന സ്ഥലത്ത് ഒരിക്കലും അവിടെ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് കൊടുക്കരുത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കാർ ഷെഡേ പാടില്ല. ഇനി വടക്ക് കിഴക്കാണെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. അപ്പം നോർത്ത് വെസ്റ്റിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അകത്താവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഭാഗം വെളിയിലോട്ട് വരും. അതിൻ്റെ ഒരു റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുക. ആ ഇതിൻ്റെ അതൊരു കാസ്റ്റ് ആൻഡ് കവർ മാത്രമേ വെളിയിൽ കാണുള്ളൂ. ഇതിന് വേറെ സെപ്റ്റിക് ടാങ്ക് ആണെന്ന് പോലും പലപ്പോഴും അറിയില്ല. പക്ഷെ ഇത് കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനമല്ല. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആ ആളുകളുടെ മനസ്സിൽ ഈ വീട്ടിനുള്ളിലേക്ക് സെപ്റ്റിക് ടാങ്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് തത്വത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം എപ്പോഴും നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാർ പോർച്ചിൻ്റെ അടിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു ഡയറക്ഷനിലും നമ്മൾ കാർ പോർച്ചിൻ്റെ അടിയിൽ കൊടുക്കരുത്. പിന്നെ ഇതിനകത്ത് വീടിൻ്റെ പുറത്തേക്ക് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ പുറത്തേക്ക് വേസ്റ്റ് പുറത്തേക്ക് പോവുക. അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള സോണായ നോർത്ത് വെസ്റ്റാണ് സെപ്റ്റിക് ടാങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം. എല്ലാ വേസ്റ്റ് കാര്യങ്ങളും പോകേണ്ട സ്ഥലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണ, ഈ നമ്മൾ കാർ പോർച്ച് വീടിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീടിനുള്ളിലൊക്കെ സെപ്റ്റിക് ടാങ്ക് വന്നതുപോലെ ആവില്ലേ എന്നൊരു ചോദ്യമാണ് പലരും ചോദിക്കാറ്. അപ്പോൾ അതിനാണ് നമ്മൾ കൃത്യതയോടുകൂടി അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വായുകോണിൽ തന്നെ കൊടുക്കുന്ന രീതി, വായുകോണെന്ന് വെച്ചാൽ വായുകോണിൽ ആ സെക്ടറിൽ തന്നെ കൊടുക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാവുന്നില്ല. കാരണം ടോയ്ലറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത് പോലത്തെ ഒരു എഫക്റ്റ് മാത്രമേ അവിടെയും വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത്, കാര്യം സ്ഥലത്തിന് പരിമിതികളുണ്ട്. നമ്മൾ പ്രാക്ടിക്കലാവണം. കാര്യം സിറ്റിയിലെ സ്ഥലത്തിന് പൊന്നും വിലയുള്ള സ്ഥലത്ത് പോയിട്ട് 2 സെൻറ്റ് 3 സെൻറ്റിലും കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇത് വയ്ക്കാനൊരു സ്ഥാനം കൊടുക്കാതെ ഇതിന് വെളിയിൽ ക്ലിയറൻസ് പോലും കൃത്യമായി 60 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഒക്കെ വിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇതൊക്കെ വയ്ക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്ഥാനം തെറ്റിപ്പോയാൽ അതിൻ്റെ ഒരു വേവലാതി വേറെയും വരും. അപ്പോൾ അതുകൊണ്ട് കാർ പോർച്ച് നോർത്ത് വെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് ചെയ്യാമെന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും പലയിടത്തുനിന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മളെപ്പോഴും വാസ്തു പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. കാര്യം വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ
ഒരു മാറി വരുന്ന സാഹചര്യങ്ങളിൽ ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈവൻ നമ്മളിപ്പോൾ മഴയുടെ രീതികൾ മാറി എന്ന് പറയുന്ന പോലെ നമ്മൾ എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വാസ്തു എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിലിറ്റി മോഡലായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരം നല്ല കാര്യങ്ങൾ എലിമെൻസിനെ എടുക്കുക, ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇതിലെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് വാസ്തുവിൽ എപ്പോഴും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു ഫിയർ ഫാക്ടർ പലരും വറിയിപ്പിക്കുന്ന ഒരു ഈ ഫിയർ ഫാക്ടറാണ് പലപ്പോഴും വാസ്തു നോക്കാൻ പലരും ചെല്ലുന്നെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഫിയർ ചെയ്യേണ്ട ഒരു സംഭവമല്ല. ഇതിനകത്ത് ഒരുപാട് സമൃദ്ധികരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്പൽ സമൃദ്ധിയോട് ജീവിക്കാനുള്ള ടിപ്പുകളാണ്. അതൊരു ഗൈഡ് ലൈനാണ്. ഇതിനെ ഒരു ട്രീറ്റീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ട്രീറ്റീസ് എന്ന് പറയുമ്പോൾ അതൊരു ഗൈഡ് ലൈനാണ്. ഇതൊരു ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയണമെങ്കിലും അതിനെ ട്രീറ്റീസ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ശാസ്ത്രം എന്ന് നിർവചിക്കുന്നത്. ഒരു സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എംപെരിക്കലി കോഡ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെയാണ് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തുവിനെ ഒരു ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അതൊരു ട്രീറ്റീസ് എന്ന നിലയിലാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു സയൻസ് എന്ന രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതിനെ ആർക്കിടെക്ചറൽ സ്പിരിച്വൽ ഔട്ട്ലുക്കോട് കൂടിയുള്ള ഒരു ആർക്കിടെക്ചറൽ സയൻസാണ് എപ്പോഴും വാസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മതലങ്ങളിലാണ് ഇത് ടച്ച് ചെയ്യുന്നത്. ഈ ആത്മതലങ്ങൾ ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കോറിലേക്കാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിനെ ഇപ്പോൾ പുതിയ ആർക്കിടെക്ട്സൊക്കെ ഹാപ്പിനെസ് ആർക്കിടെക്ചർ എന്നും അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആർക്കിടെക്ചർ എന്നും ബയോഫിലിക് ആർക്കിടെക്ചർ എന്നും ഒക്കെ പുതിയ ടെർമിനോളജീസ് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വാസ്തുവിൻ്റെ വകഭേദങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് വാസ്തുവിനെ ഇത്തരം കാര്യങ്ങളെ ഒരു പേടിയോടുകൂടി കാണാതെ ഇത് നമുക്ക് എന്തായാലും ഒരു സെപ്റ്റിക് ടാങ്ക് അവിടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഡ്രെയിനേജ് ഉള്ള സ്ഥലമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അല്ലെങ്കിൽ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തരം വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വൃക്ഷങ്ങളെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. വീട്ടിൻ്റെ ചുറ്റും വയ്ക്കാൻ പറ്റുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനൊരു വളരെ ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഒരുപാട് പൊക്കമുള്ള വൃക്ഷങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് വരാത്ത രീതിയിൽ, അങ്ങനെയാണ് വാസ്തുവിന് മനുഷ്യാല ചന്ദ്രികയിലെ ഒരു ചാപ്റ്റർ തന്നെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വൃക്ഷങ്ങൾ ഏതൊക്കെ വയ്ക്കാം, ഏതൊക്കെ വൃക്ഷങ്ങൾ എവിടെയൊക്കെ വരണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാ വൃക്ഷങ്ങളും ഒന്നും ഇപ്പം എല്ലാവരും വയ്ക്കുന്ന വൃക്ഷങ്ങളൊന്നും അല്ല. അപ്പം നമുക്ക് അതിനകത്ത് തന്നെ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിൽ കൂടുതൽ കാണുന്ന വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരിക്കലും ഈ അന്തസാരം ബഹിസാരം എന്ന് പറഞ്ഞിട്ടാണ് വൃക്ഷങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് വാസ്തു. അപ്പം അതിൽ ഈ ഒരുപാട് പൊക്കമുള്ള വൃക്ഷങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഈവൻ തെങ്ങ് പോലും എല്ലാവരും തെങ്ങ് പോലും വീടിന് അടുത്തൊക്കെ വയ്ക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ തെങ്ങ് മറിഞ്ഞ് വീഴുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പൊക്കമുള്ള വൃക്ഷങ്ങൾ വീട്ടിൻ്റെ അകലത്തങ്ങളിലേക്ക് പോവുകയും അല്ലാത്ത ചില വൃക്ഷങ്ങൾ, ഇപ്പം നെല്ലി എപ്പോഴും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. കൂവളം, നെല്ലി, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വൃക്ഷങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. ഈ പുളി എന്നുള്ള വൃക്ഷമാണ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. വാസ്തു പ്രത്യേകം പറയുന്നുണ്ട് വീടിനോട് ചേർന്ന് അടുത്ത് പുളി വൃക്ഷം വരാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് നല്ലതുമല്ല. പിന്നെ മാവെന്ന് പറയുന്നത് എപ്പോഴും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നല്ലൊരു മാവ് നിൽക്കുന്നത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ കിഴക്ക് ഭാഗത്ത് പ്ലാവ്, കറയുള്ള വൃക്ഷം എന്ന് പറയുന്ന രീതിയിൽ പ്ലാവ് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ, പിന്നെ എപ്പോഴും വയ്ക്കാൻ പറ്റുന്ന വൃക്ഷങ്ങളെന്ന് വൃക്ഷം കാറ്റഗറിയിൽ പെടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വാഴ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. അതൊക്കെ അതിനൊരു വൃക്ഷമായിട്ട് കണക്കാക്കിയിട്ട് വാഴ വയ്ക്കാമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വാഴയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം. ഈ പറഞ്ഞ നെല്ലി പോലുള്ള വൃക്ഷങ്ങൾ എവിടെ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. വീടിൻ്റെ ചുറ്റും എവിടെ വേണമെങ്കിലും വയ്ക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൃക്ഷമാണ്. ഞാൻ പലരോടും പറയുന്നൊരു കാര്യമാണ് നെല്ലി വയ്ക്കണമെന്ന്. കാര്യം നെല്ലി ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന, നമുക്ക് കൺസംഷന് വേണ്ടി മാത്രമല്ല, വൃക്ഷമെന്ന നിലയിൽ വളരെ സാത്വികമായിട്ടുള്ള വളരെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വൃക്ഷമാണ് നെല്ലി. അപ്പോൾ അതുകൊണ്ട് നെല്ലി നമുക്ക് വയ്ക്കാം. പിന്നെ അതുപോലെ പ്ലാവ് ഈ പറഞ്ഞ കിഴക്ക് ഭാഗത്ത്, പിന്നെ വടക്ക് ഭാഗത്തും വേണമെങ്കിൽ വയ്ക്കാം. നമുക്ക് വളരെ നല്ലതാണ്. വടക്ക് ഭാഗത്തും ഈ പ്ലാവ് വയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ വൃക്ഷങ്ങൾക്ക് കാറ്റഗറി, പിന്നെ അരയാൽ പേരാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നില്ല. ഒരു പേരാൽ വയ്ക്കുന്നതിന് ഇന്ന ഡയറക്ഷൻ എന്ന് പറയുന്ന കൃത്യമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊന്നും ഇപ്പം പാലിക്കുന്ന നിയമങ്ങളല്ല.
ചെടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രശ്നമില്ല. കഴിയുന്നതും മുള്ളുള്ള ചെടികൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഈ റോസയുടെ ഫാൻസ് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. റോസാപ്പൂ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ റോസ എങ്ങനെ വയ്ക്കും, മുള്ളുള്ള ചെടികൾ മുള്ളുള്ള മരങ്ങളും കഴിയുന്നതും വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് വാസ്തുപരമായിട്ടുള്ള നല്ല അവസ്ഥ. പക്ഷേ ഇപ്പോൾ റോസയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഡയറക്ഷനുകളിലൊന്നും അങ്ങനെ വരാത്ത രീതിയിൽ നമുക്ക്, പക്ഷെ കാണാൻ ഭംഗിയുള്ള റോസാപ്പൂക്കൾ നിൽക്കുന്നതിന് ഒരു പെട്ടെന്നൊരു വാസ്തുവിൻ്റെ പേര് പറഞ്ഞ് എടുത്ത് മാറ്റണം എന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ തോൺസ് എന്ന് പറയുന്നത് വാസ്തുവിലൊരു തോൺസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് സത്യം. ജീവിതത്തിലായാലും മുള്ളെന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് പൂ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. പക്ഷെ സ്റ്റിൽ കഴിയുന്നതും ഈ കാക്ടസ് പോലുള്ള സാധനങ്ങൾ, മുൾച്ചെടികളൊന്നും കഴിയുന്നതും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വാസ്തുപരമായിട്ട് അത്ര ഗുണം ചെയ്യില്ല. മണി പ്ലാന്റ് പോലുള്ള ചെടികൾ നല്ലതാണ്. ഇങ്ങനെ ചെടികൾക്ക് ഇപ്പോൾ ഒരു പ്രാധാന്യം വന്നിട്ടുണ്ട്. കാര്യം ബയോഫിലിക് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ഈ ചെടികളെ കൂടുതൽ നമ്മുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു സംഭവം. അപ്പം അതിന് കൃത്യമായ കെയർ കൊടുക്കേണ്ട പലതരത്തിലുള്ള പുതിയ ചെടികളും പലയിടത്തുനിന്ന് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ഫ്രൂട്ട്സും ഒക്കെ വയ്ക്കുന്നവരുണ്ട്. റംബുട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊന്നും പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം. ഇങ്ങനത്തെ ഫലവൃക്ഷങ്ങൾ, ഞാൻ ഈ സപ്പോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വാസ്തു ഒന്നും നോക്കണ്ട. ഇതെല്ലാ വശത്തും വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് പ്രത്യേകം ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ മഹാവൃക്ഷങ്ങൾ, മെയിൻ വൃക്ഷങ്ങൾക്ക് മാത്രമാണ് നമ്മൾ, പ്രത്യേകിച്ച് തെങ്ങിനും നമ്മൾ ശ്രദ്ധിക്കണം. തെങ്ങ് വീട്ടിൻ്റെ ചുറ്റും വയ്ക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കുറച്ച് ദൂരമുള്ള സ്ഥലം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൃക്ഷത്തിൻ്റെ നിഴല് നമ്മുടെ മഹാദ്വാരത്തിൽ പതിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അത് ആ പ്രിൻസിപ്പിൾ കണ്ട് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ഈ നിഴൽ പതിക്കുന്നതിൻ്റെ അർത്ഥം വൃക്ഷം ഡേഞ്ചറസ് സിറ്റുവേഷൻ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇടി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ നെഗറ്റീവ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൃക്ഷത്തിനെ അടുത്ത് നിർത്തുന്നത് ഇപ്പോൾ തെങ്ങ്, കമുക് പോലുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ദൂരം. അപ്പം അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വേണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നല്ല ഒരു ഉയരം ഉള്ള കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ലതാണ്. പക്ഷേ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ പലതരത്തിൽ ഇപ്പോൾ വൃക്ഷങ്ങൾ തന്നെ പൊക്കം കുറഞ്ഞ തെങ്ങ്, പൊക്കം കുറഞ്ഞ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് വാസ്തു നിർവചനമൊന്നുമില്ല. നമുക്ക് ചെയ്യാം. വീടിന് ഡേഞ്ചറസ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കൂവളത്തിൻ്റെ കാര്യം പറയുമ്പോൾ, കൂവളം എന്ന് പറയുന്നത് ഒരു വൃക്ഷമായി വലിയ വൃക്ഷമാവുന്നതാണ്. അതുപോലെ തന്നെ മുള്ളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കൂവളം സാത്വിക വൃക്ഷം എന്ന രീതിയിലാവാം എന്നാണ് ഞാൻ പറഞ്ഞത്. കൂവളം നടണമെന്ന് സാധാരണ ഇപ്പോൾ ഒരു റെമഡി ആയിട്ട് നമ്മളെപ്പോഴും പറയുന്നത്, ഈ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂവളം ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാര്യം വീട്ടിന് നല്ല മനോഹാരിതയാണ്. വഴി കൂടെ പോകുന്ന ആളുകൾ ഇങ്ങനെ നമുക്ക് ഈവിൾ ഐ എന്ന് പറയുന്നത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂവളം നല്ലതാണെന്ന്. കൂവളം നെല്ലിയും ഈ രണ്ട് എഫക്റ്റാണ്. പക്ഷെ പ്രിഫറബിളി എപ്പോഴും നെല്ലി തന്നെയാണ് നല്ല. കാര്യം ഈ കൂവളത്തിന് ഈ പറഞ്ഞ രണ്ട് ദോഷങ്ങൾ ഉള്ളത് കൊണ്ട്. പക്ഷേ നമുക്ക് ചിലർ കൂവളം നിൽക്കുന്നുണ്ട്, മുറിക്കണമെന്നൊക്കെ ചോദിക്കും. കൂവളം മുറിക്കുന്നതിനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വളരെ ദേവവൃക്ഷമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെത്താനെ പൊടിച്ച് വരുന്നതിനെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കുകയൊന്നും വേണ്ട. പിന്നെ ശ്രദ്ധിക്കുക, വളർന്നൊരു വലിയ മരമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കരിവേപ്പിലയുടെ കാര്യത്തിൽ ചിലർ പറയാറുണ്ട്, കരിവേപ്പില നമ്മൾ വയ്ക്കാൻ പാടില്ല, വച്ച് പിടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വേപ്പിലയും കറിവേപ്പിലയും കൂടെ തമ്മിൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇപ്പോൾ വേപ്പ് വയ്ക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേപ്പും കറിവേപ്പൊക്കെ ഒരു ഇതിൽ പെടുന്നതായതുകൊണ്ട് നടുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും. അത് വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തുവിൽ പറഞ്ഞിട്ടുള്ളതല്ല, അത് മറ്റ് വിധികളിൽ പറയുന്നതാണ്. അത് കഴിയുന്നത് വീട്ടിൻ്റെ ബാക്കിൽ ഈ തന്നെത്താനെ കിളിച്ച് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം. അങ്ങനെ തന്നെത്താനെ കിളിച്ച് വരാറും ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും. നടുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും. നടുക്കുമ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വീടിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടുപോയി കരിവേപ്പില നടുന്ന ഒരു സിസ്റ്റം നല്ലതല്ല. ബാക്ക് വശത്ത് തന്നെത്താനെ പൊടിച്ച് വരിക. ഇനി ചിലർ നട്ടുപോയവരുണ്ടാവും, അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അപ്പം അതിൻ്റെ ഉയരം ഒരുപാട് കൂടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊന്നും ഇതിനൊക്കെ വിശ്വാസത്തിൻ്റെ ബലമാണ്. ഇതിനൊരു വാസ്തുശാസ്ത്രപരമായ നിർവചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ടെക്സ്റ്റ് ബുക്കുകളിലും അങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കില്ല. കാര്യം കരിവേപ്പില നട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത് അതെല്ലാം മറ്റ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിന് വാസ്തുവിലേക്ക് നിർവചിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കരിവേപ്പില വളരെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അത് പൊടിച്ച് വന്നാൽ അതിനെ നശിപ്പിക്കാൻ നിൽക്കാതിരിക്കുക. അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
നാരകം ഒരിക്കലും നമ്മൾ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. വീടിൻ്റെ ഫ്രണ്ടിലോ വീടിൻ്റെ ബാക്കിലോ ഒന്നും നാരകം നട്ട് വളർത്താൻ അതിന് പ്രത്യേക ഒരു കൃഷി ഏരിയ ഡിഫൈൻ ചെയ്ത്, മണ്ഡലത്തിന് പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ ഒരു കൃഷി ഏരിയ ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരകം കൃഷി ചെയ്യുകയോ, അതൊക്കെ നിങ്ങൾ ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു വീട്ടിൽ ഒരു അന്തേവാസി എന്ന നിലയിൽ വീട്ടിന് ചുറ്റും നാരകം ഒരു കാരണവശാലും വയ്ക്കരുത്. കാര്യം നാരകം അത്ര നല്ലതല്ല, ദോഷം ക്ഷണിച്ച് വരുത്തുമെന്ന് പറയും. എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. 1-2 സ്ഥലത്ത് നാരകം മുറിക്കാൻ പറഞ്ഞതായിട്ടുള്ള അനുഭവമുണ്ട്. കാര്യം അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൊസിഷനിങ് കൂടെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നാരകത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നാരകം കഴിയുന്നതും വീട്ടിൽ നട്ട് വളർത്താതിരിക്കുക. കൃഷി നിങ്ങൾക്ക് ചെയ്യുക, വീടിൻ്റെ മണ്ഡലത്തിന് പുറത്തേക്ക്, വീടിൻ്റെ ആ മണ്ഡലത്തിനുള്ളിൽ ഒരിക്കലും നാരകം നട്ട് വളർത്താൻ പാടില്ല. അതുപോലെ ഈ ശീമപ്ലാവിൻ്റെ കാര്യത്തിൽ ചിലർ പറയും ശീമപ്ലാവ് നടാൻ പാടില്ല എന്നൊക്കെ പറയും. ശീമപ്ലാവ് എന്ന് പറയുന്ന ഒരു പ്ലാവിൻ്റെ കാറ്റഗറിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് വാസ്തുവിലൊരു നിർവചനം ഇല്ല അതിനകത്ത്. കാര്യം മനുഷ്യാല ചന്ദ്രികയിൽ കൃത്യമായി പറയുന്ന കുറേ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾ നമുക്ക് എടുത്തു നോക്കാം, അതിനകത്ത് ഇതൊന്നും പറയുന്നില്ല. അതിനകത്ത് വേറെ പല വൃക്ഷങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പക്ഷെ അങ്ങനെ റെഫർ ചെയ്തിട്ട്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ റെഫർ ചെയ്തിട്ട് ഇന്ന വൃക്ഷങ്ങൾ വച്ച് അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകാതെ നമ്മുടെ പ്ലാവ് പോലുള്ള വൃക്ഷങ്ങൾ കിഴക്ക് ഭാഗത്ത് അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഫലവൃക്ഷങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്ന വൃക്ഷങ്ങളെ നമ്മൾ വീട്ടിന് ചുറ്റും വയ്ക്കുക. പക്ഷേ അത് വൃക്ഷങ്ങൾ വീടിനേക്കാളും പൊക്കം വരുന്ന വൃക്ഷങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അതൊരിക്കലും നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഉയരം വന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില വീട്ടിൻ്റെയൊക്കെ നടയിൽ നിൽക്കുന്ന മാവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ മാങ്ങ ഇങ്ങനെ കാച്ചി ഒന്നും ചെയ്യാൻ പറ്റാതെ നിലനിർത്തി പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ എനിക്കറിയാം. പക്ഷെ അത് മാവ് തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. മാവ് വയ്ക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ വയ്ക്കുക. അതാണ് ഏറ്റവും നല്ലത്.